exercise 1.1. Okay, exercise 1.1, question number 2. We will be using Euclid's division algorithm and Euclid's division lemma to solve such kind of problems. Question എന്താണ് നമുക്ക് നോക്കാം. Question എന്താ പറയുന്നത്? So that question number 2 ആണ് exercise ഏതാണ് 1.1. Okay, exercise 1.1 ന്റെ question number 2. എന്താണ് അത് പറയുന്നത്? So that any positive integer is of the form so that any positive integer, okay, any positive integer is of the form. എന്താണ് ഫോം പറഞ്ഞിരിക്കുന്നത്? ഒന്നിലോ ഏതെങ്കിലും ഒരു നമ്പറിനെ, ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റീജറിനെ എനിക്ക് 6q plus 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 6 plus 1 or 6q plus 3 or 6q plus 5 ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ, ഓക്കെ, ഓഡ് ഇൻറ്റീജർ ഇത് സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഓഡ് ഇൻറ്റീജറിനെ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. വേർ q ഈസ് സം ഇൻറ്റീജർ, വേർ q ഈസ് സം ഇൻറ്റീജർ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെ കാണിക്കും? അപ്പൊ ആദ്യം നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, പിന്നെ രണ്ട് നമ്പേഴ്സ് എടുക്കുക. ഓക്കെ, ജനറലി ആ നമ്പർ നമ്മൾ എടുക്കുന്നത് എങ്ങനത്തെ ആയിരിക്കും? എ എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക. എ ബി എ പോസിറ്റീവ് ഓഡ് integer. Okay, that a b any positive odd integer. അപ്പൊ ആൻഡ് ബിന്റെ സ്ഥാനത്ത് രണ്ട് നമ്പേഴ്സ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്, എയും ബിയും അല്ലെ. നമ്മൾ എടുക്കുന്നത് എന്താണ്? എയും ബിയും ആണ് എടുക്കുന്നത്. അപ്പൊ എ എടുക്കുമ്പോൾ നമുക്ക് എന്താ എടുക്കുന്നത്? എ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കാണ്, n ടൈപ്പ് ആണ്, ഏതോ ഒരു നമ്പറാണ്. പിന്നെ അപ്പൊ ബി നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് എടുക്കും. ഓക്കെ, ബി വി വിൽ ബി ടേക്കിംഗ് ബി ആസ് 6, കാരണം നമുക്ക് ഇതിനകത്ത് വേണ്ടത് 6 ആണ് ഏകദേശം. അപ്പൊ നമുക്ക് ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആൻഡ് b is equal to 6. Okay, so അങ്ങനെ വരുമ്പോൾ എനിക്ക് എഴുതാം, we can find, so therefore I can divide a by 6. Okay, so then when I divide a by 6 I get two positive integers. Okay, I will get two positive integers q and r. Okay, so then a can be, by Euclid's division lemma, what can we say? The lemma says that a can be divided by b so that you can get a quotient and a remainder. Let that quotient be b. Okay, by Euclid's division lemma there exists, okay, there exists two numbers q and r such that what? A can be written as b into q plus r. Okay, b into q plus r, where r is 0 is less than or equal to r is less than b. Okay, the remainder can be 0 but not b. So here b is equal to 6, so a can be written as 6q plus r. Okay, 6q plus r, and what is the value of r? R can be 0, r can be 1, r can be 2, r can be 3, r can be 4, r can be 5, but r cannot be 6. Correct? 0 to b, where b is equal to 6. R is a positive integer lying between 0 and positive, means r is an integer from 0 to b excluding b. Okay, അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? a is equal to 6q plus r. Okay,
where a is an odd integer. A എങ്ങനത്തെ number ആണ്? Positive ആണ്, odd integer ആണ്. Okay. A is a positive odd integer. Now a is equal to 6qr, 6q plus r എന്ന് പറഞ്ഞെടുക്കും. അപ്പോൾ ഇനി r ന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് കേസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് കേസിനകത്ത് if r is equal to 0, what happens? This implies that a will be equal to 6q plus 0 and that is equal to 6q. Okay, 6 into q എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2 പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് 3q. So since it is a multiple of 2, it is an even number. Is an even number. So therefore a ഒരു odd number ആണെന്ന് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. So this is not possible. So a cannot have the form 6q. Okay, നമുക്ക് ഒന്നുകിൽ 6q ആകാം, അല്ലെങ്കിൽ 6q plus 1 ആകാം, അല്ലെങ്കിൽ 6q plus 2 ആകാം, അല്ലെങ്കിൽ 6q plus 3 or 6q plus 4 or 6q plus 5. ഈ 6 കേസുകളാണ് ഈ പറയുന്നത്. r equal to 0 1 2 3 4 5 എന്ന് പറഞ്ഞുകൊണ്ട് 6 കേസുകൾ പറയും. അതിലെ ചില കേസുകൾ നമ്മൾ തട്ടിക്കളയും. ഓക്കെ, അതെങ്ങനെയാണ് തട്ടിക്കളയുന്നത്? ഇവിടെ പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നു. കറക്റ്റ്. Since a is an odd positive integer, we can reject that r cannot be 0 in this case. Okay, r will not be 0. So therefore it will be 6q plus something else. So let us see the other case. Second one, if r is equal to 1. If r is equal to 1, then what happens? A will be equal to 6q plus 1. Clearly you cannot take 2 out as common from these two things. So is an odd number. Is an odd integer. Okay. Same way, if r is equal to 2, if r is equal to 2, what happens? If r is equal to 2, what happens? We have a equal to 6q plus 2. Okay, a equal to 6q plus 2, where clearly you can take 2 out as common. I can take 2 out as common and write it as 3q plus 3q plus 1. So it is a multiple of 2, correct? It is a is a multiple of 2. So multiple of 2 is an even number. Is an even number. Okay. Now for fourth case. If r is equal to 3, what to do? R equal to 3, then a will be equal to 6 into q plus, instead of r we will be using 3. Okay, we have this with us with the condition of r like this. Okay, where r is like this. So here you can take 3 out but not 2 out. So therefore is an odd integer. Okay, odd integer. Same way, fourth കഴിഞ്ഞാൽ fifth one എന്തായിരിക്കും? If r is equal to 4, so we can continue like this. A is equal to 6q plus 3 കഴിയുമ്പോൾ 6q plus 3 വരെ എടുത്തു കഴിഞ്ഞു. ഇനി fourth എടുക്കണം, 4 എടുക്കണം. Is എന്താണ്? ഇതിനകത്ത് നിന്ന് 2 കോമൺ എടുക്കാൻ പറ്റുന്നതാണ്. The multiple of 2 is called an even number. The number which is not a multiple of 2 is called an odd number. Correct? So therefore here for this integer I can take 2 out as common and write it as 2 3s are 6 q plus 2. Okay, so therefore it is a multiple of 2. So a is a multiple of 2. So therefore is an even integer. Even is an even number or is even എന്ന് പറഞ്ഞാൽ എഴുതിയാലും മതി. Correct. Fifth one കഴിഞ്ഞു. ഇനി sixth case. There will be total 6 cases. If r equal to 5, what happens? A will be equal to 6q plus 5. Clearly I cannot take is an odd integer. Okay, so when you observe that when a was any odd integer, okay, a was any odd integer, what I observe is that this one, when r is equal to 0, I get an even number. So a becomes an even number. So that case has to be avoided. So this is not possible. Okay, this is not possible. 6 a equal to 6q is not possible. Same way, when r equal to 2, when r equal to 2, then also a equal to an even number. So again what happens is
this case is also not possible. Now, for r is equal to 4, for r equal to 4 also, it happens the same way around. Okay, a will be an even number. So here also this case is not possible. Okay, a is equal to 6q plus 4 or is an even number in short. So a is an odd number എന്ന് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. So then how can a be an even number and odd number both together? Practically not possible. So therefore we have only three cases. If you take an odd number a, then a can be written as 6q plus 1. A can be written as 6q plus 1, or a can be written as 6q plus 3, or a can be written as 6q plus 5. I hope I have made these things clear to you. Clear or not? Okay. Okay. So therefore, ഇവിടെ നമ്മൾ 1, 2, 3, 4, 5, 6 cases നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 6 കേസസിനകത്തുനിന്ന് so from the above, so clearly therefore what happens is എന്താണ് therefore any positive integer, any positive odd integer, okay, odd integer can be, എന്താണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരുന്നത്, can be അല്ലെങ്കിൽ is of the form, integer is of the form, എന്താണ് form 6q plus 1 or 6q plus 3 or 6q plus 5, where q is an integer. Okay, where q is some integer. Clear ആണോ? ഓക്കെ, ഇനി ഇതുപോലെ വേറെ ഒരു കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എക്സാമ്പിൾ 3 ടു അണ്ടർസ്റ്റാൻഡ് ദ സെയിം തിങ്. ഓക്കെ, അത് എക്സാമ്പിൾ 3 നോക്കാം നമുക്ക്. എന്താണ് എക്സാമ്പിൾ 3? Example 3 says that show that any positive odd integer is of the form, same type of question ആണ്, പക്ഷെ അതിന് വേറൊരു ഫോം ആണ് കൊടുക്കുന്നത്. So that any positive odd integer, okay, നിങ്ങൾ എപ്പോൾ വായിക്കുമ്പോഴും ശ്രദ്ധിച്ച് വായിക്കുക. ഈ ഓഡ് എന്നുള്ള വേർഡ് വിട്ടുപോയാൽ അതിന്റെ അർത്ഥം മാറിപ്പോകും കേട്ടോ. ഇറ്റ് വിൽ ബിക്കം ജനറൽ ഇന്റീജർ. സോ ഓഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ വാക്കുകൾ ഒരു വാക്ക് പോലും വിടാതെ വായിക്കും. സോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇന്റീജർ ഈസ് ഓഫ് ദ ഫോം 4q plus 1, 4q plus 1 or 4q plus 3, where q is some integer. Okay, ക്ലിയർ ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യണം? നമുക്ക് ഇതുപോലെ ലെറ്റ് എ ബി എനി ഓഡ് പോസിറ്റീവ് ഇന്റീജർ ആദ്യം എടുക്കുക. ഓക്കെ, സൊല്യൂഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ പ്രൂഫാണ്, നമ്മൾ ഷോ ദാറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ അത് ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുക, ലെറ്റ് എ ബി എനി ഓഡ് പോസിറ്റീവ് ഇന്റീജർ. ഓക്കെ, ഇങ്ങനെ അങ്ങ് എടുക്കുക. ആൻഡ് ബി, ഓക്കെ, ഇത് എ എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി പോസിറ്റീവ്. അപ്പൊ ഇനി ബി ഈക്വൽ ടു 4 എടുക്കാം നമുക്ക്. ഓക്കെ, ബി എന്താണ്? ബി ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ബി ഈക്വൽ ടു 4. അപ്പൊ അങ്ങനെ ആകുമ്പോൾ therefore എന്താണ്, ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ, ഇവിടെ അൽഗോരിതം അല്ല ലെമ്മയാണ്, കാരണം യു ആർ യൂസിങ് ഇറ്റ് ഓൺലി വൺസ്. ഓക്കെ,
by Euclid's division lemma, there exists, we can have, okay, there exists integers, okay, integers, which integers, q and r, such that a is equal to b into q plus r, where r lies between 0, including 0 and less than b, okay, r is greater than or equal to 0 and less than b. ഇങ്ങനെ പറയുന്നുണ്ട്. This is Euclid's division lemma. So using this condition, a is an odd integer, odd positive integer എന്ന് പറയുന്നുണ്ട്. So therefore, what can I have? R ന്റെ വാല്യൂന്റെ പോസിബിലിറ്റീസ്. Therefore, എന്താണ്? A will be equal to 4q plus R, where the values of R can be 0 to 4, but 4 will not be possible. 0, 1, 2 and 3. Okay, up to 3 you can take. You cannot take 4 because R is not equal to 4. B is 4. Using this, I will have 4 steps. The first step is for R equal to 0. For R equal to 0, what will I have? I will have A as 4q plus 0, which is nothing else but 4q. Okay, what kind of number is this? It is even, because you can take 2 out as is a multiple of 2, so is even. Okay, clearly it is even because 2 into something in the 2 can be taken out as common, so it is even. So it is not odd. So this is not possible. Okay, not possible because a is odd and its value comes out to be even. That is not possible. Okay, an odd number cannot be even. Same way, question number 2. Sorry, the second part for r equal to 1. What can I say? I can have a equal to 4 into q in the standard q അതുപോലെ തന്നെ 4q plus 1. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പുറത്തെടുക്കാൻ പറ്റുമോ? ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനത്തെ നമ്പറാണ്? ഈസ് ആൻ odd number, is odd. So this is acceptable. Okay, ഇനി അതുപോലെ മൂന്നാമത്തെ. I hope things are clear to you now. For r is equal to 2, a will be equal to 4q plus 2. Now in this case I can take 2 out as common because 2 is present in both the terms. So 2 into 2q plus 1. Okay, it is a multiple of 2, so is even. So since if it is even, a is already odd, how can it be even? Not possible, so I can cancel this part. Now the last case, fourth case, for r is equal to 3. Okay, if r is equal to 3, what happens? A will be equal to 4q plus 3. Here also I cannot take out anything common, so it is acceptable as odd. It is odd, so this is also acceptable. So therefore I have shown that, see, അതിനെക്കാട്ടി മുകളിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ബിയുടെ ആറിന്റെ പോസിബിലിറ്റീസ് ഈ 4 പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ ഈ 4 പോസിബിലിറ്റീസ് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ ഈ പോസിബിലിറ്റി പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ പോസിബിലിറ്റി പറ്റുമെന്ന് പറഞ്ഞു. r equal to 1 r equal to 3 പോസിബിലിറ്റി പറ്റും. അപ്പോൾ a is equal to 4q plus a equal to 4q plus 1 പറ്റും. a is equal to 4q plus 2 പറ്റും. So only possible cases are this and this. Okay, the other cases are not possible. Either not possible and either not possible and rejected cases and. So therefore any odd positive integer, okay, final answer എഴുതാൻ മറക്കരുത്. Any odd positive integer is of the form എന്താണ്? 4q plus 1 ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ 4q plus 3 ആയിട്ട് എഴുതാം. Okay, so this is over.
ഈ ടൈപ്പിന്റെ ഇത്രയുണ്ട്. ഇനി കുറച്ചും കൂടെ ഹയർ ലെവൽ പ്രോബ്ലംസിലേക്ക് പോകാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ കുറച്ചും കൂടെ ഹയർ ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് എക്സാമ്പിൾ അല്ല, എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 4. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കാം. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ഇത് വെച്ച് കാര്യം മനസ്സിലാക്കാം. ഇതിനകത്ത് എന്താ പറയുന്നത്? യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. ഓക്കെ, യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. ഇതിനാ ഉപയോഗിക്കുന്നത് ടു ഷോ ദാറ്റ് any positive show that the square of any positive integer. Okay, show that the square of any positive integer, okay, is either of the form form 3m plus 1 or 3m. Is either of the form 3m or 3m plus 1. Okay, is either of the form 3m or 3m plus 1, where m is an integer, for some integer m, for some integer. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. The square of any positive integer is either of the form 3m, it should be a multiple of 3, or the next number after a multiple of 3. So 3m plus 1 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റണം. ഏത് പോസിറ്റീവ് ഇൻറ്റീജറിന്റെ സ്ക്വയറിനെയും എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ 4നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു? 4നെ എനിക്ക് 3 × 1 + 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എനിക്ക് ഒന്നിലോ 3 × സംതിങ് എന്ന് എഴുതാൻ പറ്റണം. ഇനി അതുപോലെ 9നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 3 plus ഒന്നുമില്ല. So it can be written as a multiple of 3. So it is either a multiple of 3 or a multiple of 3 plus 1. Any square. Take 25. 25 24 is a multiple of 3 plus 1. Correct? ആ ഒരു ലോജിക്കാണ് ഇവരിവിടെ പറയുന്നത്. അപ്പോൾ ഏത് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ, ദിസ് ഇസ് കോൾഡ് നമ്പർ തിയറി. ഓക്കെ, ഈ കോൺസെപ്റ്റ് നമ്പർ തിയറിയുടെ കോൺസെപ്റ്റാണ്, മാത്സിന്റെ ഒരു ബ്രാഞ്ചാണ് നമ്പർ തിയറി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് square of any positive integer is either of the form 3m or 3m plus 1 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? So what I will assume that let a be any integer. Okay, any positive integer. This solution ആണ്. Let a be any positive integer. Okay, and b is equal to m. b equal to 3 എന്തെടുക്കാം? 3 എടുക്കാം. b equal to 3 എടുക്കാം. അങ്ങനെയാണെങ്കിൽ so therefore by Euclid's division lemma, okay, Euclid's division lemma എന്താ പറയാൻ പറ്റും? We can have a as b into q. Okay, b into q, or I can write it as, instead of b I'll directly write a is equal to 3q plus r, where r is lying between 0 and 3. Correct? I can write it like this: r is equal to 0 and 3. So therefore, what are the possibilities? A is equal to 3q, where r lies between 3q plus r, where r is equal to 0, 1, 2. അത്രേ ഉള്ളൂ. So now in this case, each case I will handle. Okay, case 1, if r is equal to 0, what happens? This implies that a will be equal to
we are talking about the square of any positive integer. Okay, so I have started with a positive integer. Now I am going to square the positive integer. Okay, so a is equal to what? A is equal to 3q, correct? So this, what does that imply? It implies that what is a square? Square of any positive integer. That should be of the form 3m and 3m plus 1 or something like that, right? So I can write it as 3q whole square. So from this item, I can always take a 3 out into 3q square, correct? Because it was 9q square. I am taking 3 out, so I get 3 into 3q square. Okay. Okay. So which is a multiple of 3. So instead of 3q square, I can write as m. So that is equal to m, where m is equal to 3q square. Okay. I can write it as a multiple of 3. So it can be written as 3 into m, where this m, where m can be written as m can be taken as 3q square. Okay, if I take 3q square as m, I can see that the square of the positive integer a can be written as 3 into m. Okay, where m is an integer. Same way we'll move further for the second case. Second case is if, okay, if r is equal to 1, then we will have a as 3q plus 1, correct? 3 into q plus 1. Now I am interested in the square of the positive integers. So taking square on both sides, so therefore it will give you, this implies that a square will be equal to 3q plus 1 the whole square. Taking square again on both sides, what happens? So not both sides, expanding this part, 3 3 is a 9q square plus 3 2 is a 6q plus 1. I hope you are getting what I am saying. If you are not okay, let me know. Okay, just talk to me. So 9q square plus 6q plus 1. And ഇതിനെ expand ചെയ്താണ് a plus b whole square ന്റെ ഫോർമുല ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? ഇതിനകത്തുനിന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ഈ രണ്ടെണ്ണം ഞാൻ കമ്പയർ, ഇത് രണ്ടെണ്ണത്തിനകത്തുനിന്ന് എനിക്ക് 3 പുറത്തെടുക്കാൻ പറ്റും. സോ ഐ ക്യാൻ ടേക്ക് 3 ഔട്ട്. I'll take only 3 out because I can write it as either I should be able to take 3 out common from all the term, or I should be able to express it as 3q plus 1, 3 into something plus 1, multiple of 3 plus 1. Okay, so 3 can be taken out, and then what remains is 3 into q square plus 2q. Okay, plus 1. So if I take this item as m, then I can write it as 3 into m plus 1, where this m will be equal to 3 into q square plus 2q. Okay, I can write m as 3q square plus 2q. If I take this value as m, I am taking this value as m. Okay, so what we get? The square of any positive integer a. Okay, it was already, a was the positive integer. The square of that number, I can write it as 3m square in this case also, and in this case also the square of the positive integer became 3m. Now only one more case is remaining, that is if r is equal to 2. Okay, because there were only 3 possibilities when I take q as, sorry, the divisor as 3, 0, 1 or 2. Okay, therefore in this case a will be equal to 3q plus 2. Taking square or squaring both sides, it becomes 3q plus 2 the whole square. Expanding, 3 3 is 9q square plus 3 2s are 6 2s are 12 q plus 4. I hope you know this formula, right? A plus b whole square formula ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? 3 കോമൺ എടുക്കുമോ? 3 എല്ലാത്തിൽ നിന്നും കോമൺ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ ഒരു ടേം ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എഴുതുന്നത് എന്തായിരിക്കും? 9q സ്ക്വയർ, ഈ ഒരെണ്ണത്തിനകത്ത് മാത്രമേ ഉള്ളൂ 3 ഇല്ലാത്തത്, അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പ്ലസ് 3 പ്ലസ് 1, ഇങ്ങനെ 4നെ ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതാൻ പോവാണ്.
3 plus 1 എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. ഇനിയും ഇങ്ങനെ ഇതങ്ങ് മിക്സ് ചെയ്യും. ഇത്രയും ഭാഗം ഒരുമിച്ച് എടുത്തിട്ട് ഇനി അതിൽ നിന്ന് ഞാൻ 3 കോമൺ എടുക്കാൻ പോകുന്നത്. ഐ എം ടേക്കിംഗ് 3 ഔട്ട് ഫ്രം these 3 terms. Okay, I'm excluding this one so that I can get it of the form in the form 3m plus 1. Okay, so 3 into 3q square plus 3 4s are 12q plus 1 plus 1. So taking this item as m, now in this case I'm going to take this one as m. Okay, I'll take this one as m. So I get 3 into m plus 1, where what is m? M is equal to 3q square plus 4q plus 1. So we have shown that the square of any positive integer is either of the form. Therefore the square of any positive integer is of the form of what form? 3m or 3m plus 1. Okay, for any value of m, for some integer m. മനസ്സിലാവുന്നുണ്ടോ? Okay, now we shall look at the fifth question. Okay, exercise 1.1 le fifth question. Exercise 1.1 le question number 5. അതെന്താണ് പറയുന്നത്? Again, it is of the same type but slightly different. Okay, this is question number 5. Question number 5 ചോദിക്കുന്നത് എന്താണ്? Use Euclid's division lemma. Use Euclid's division lemma. Okay, to show that what are we supposed to show? Show that the cube, okay, the cube of any positive integer, is of the form 9m or 9m plus 1 or 9m plus 8. So what do you think? In this case we are going to take 9 and then take all the 9 cases. Practically it will become very difficult. Okay, so what I am going to do is I'll take 3 and then take the cube. So somehow if it is possible, let us see. Okay, so clearly we know that any positive integer can be written as 3m or 3m plus 1, correct? So for that purpose we will start by taking, let a be any positive integer. Okay, and we are interested in the cube of that integer. I am thinking about a cube, how that will be. Okay, a cube is equal to 9m or 9m plus 1 or 9m plus 8. Okay, which one? എന്നാണ് ഞാൻ നോക്കുന്നത്. The cube of a, this is my what I need to prove. I need to show that it is equal to this or this or this. So for that purpose, let a be any positive integer and we are talking about the cube. So here let n be equal to 3. So therefore, again by the same procedure, the Euclid's division lemma. Okay, by Euclid's division lemma. Okay, what does that say? So we can always write a as b into q plus r. Okay, where here it is b is equal to 3. So 3q plus r, where the remainder r lies between 0 and b is 3. Okay, so I have 3 cases. R equal to, here it means that r is equal to
It means R is equal to 0, 1 and 2. Only 3 cases. So there will be 3 cases. Case 1, if R is equal to 0, what happens? It means that A will be equal to 3Q plus R. So do you know A plus B the whole raised to 3 formula? Hello? Because now we need to take the cube. What is the cube formula? A cube plus B cube in the formula എന്താണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. I don't know whether you know or not. What is A cube plus B cube? I'll write it here. Okay. A cube plus B cube in the formula എന്താണ്? It is equal to A raised to 3 plus 3A square B plus 3AB square plus B cube. This you must have studied in the previous class. Okay, 9th standard. So A is equal to 3Q plus R. R in the standard 0 and okay. R equal to 0 implies that A equal to 3Q. So what? Let me take the cube. A cube. What is A cube? A cube will be equal to 3 into Q the whole raised to 3. So this one is simple. So what can I do? I can take 3 out as common. So 9 cube because it is 3 into 3 into 3, 27 cube. Okay, that is equal to, this is 27 cube. So I can always take 3 out as common. So 3 into, what is that? 9 cube. I'll take this item as m, so I can always have 3 into m, where you know that m can be taken as q cube plus 3. Okay, sorry, 9 cube raised to 3, where m is equal to 9 cube raised to 3. 9 ഇങ്ങനെ എഴുതണം, q ആകുമ്പോൾ ഒരു വടിയും കൂടെ ഉണ്ട്. ഓക്കെ, സെയിം വേ ഒരു പാർട്ട് കഴിഞ്ഞു അല്ലേ. ഇഫ് ആർ ഈക്വൽ ടു 0 then it can be of the form 3m. then the second case, അല്ലല്ലോ, എനിക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എനിക്ക് 9m എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, not 3m. so what I'll do, I'll try to take out 9 as common, not this. ഞാൻ 3m ആണെന്ന് വിചാരിച്ചു പോയി, അതല്ല. നമുക്ക് എടുക്കേണ്ടത് 9 ആണ് കോമൺ എടുക്കേണ്ടത്. 9 കോമൺ എടുക്കണം, അപ്പോൾ 3 ബാക്കിയാകത്ത്. Okay, depending upon whatever requirement we have, we will be changing it. So 9 into 3q cube. Okay, so that is equal to 9m, where m എന്താണ്, m becomes 3 into q raised to 3. Okay, now next question number, അതിന്റെ second case ആണ്, if r is equal to 1. ഇവിടെ നമുക്ക് ആ a plus b the whole cube ന്റെ ഫോർമുല വേണ്ടി വരും. A will be equal to 3 cube plus 1. So what to do now? What is a cube? A cube എന്താണ്? A cube will be ഇതിന്റെ cube അല്ലേ, 3 cube plus 1 the whole raised to 3. Now how to take the cube? 3 cube the whole raised to 3 plus 3 into the first term square into 1 plus 3 into the first term into second term square plus the last term whole cube. So that is equal to 27 cube. I am interested in writing it as what? എങ്ങനെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? Either it is 9m or 9m plus 1 or it is 9m plus 8. Correct? So here already I can take 9 out as common from this and this. There are different ways. ഇപ്പോൾ ഇതെന്താണ്, 3 3 9, 3 27 ആണ്. ഇവിടെ 27 q square ആണ്, പ്ലസ് ഇറ്റ് ഈസ് 3 3 9 cube. Okay, plus 1.
From this much, I will be taking 9 out as common because I want it as a multiple of 9 plus 1. Okay, so 9 into whatever it is. What is that? 9 3 is 27. Again, it is 3q square. Then I have q. Okay, plus 1. I'll take everything that is inside. I'll take everything that is inside as m. So I get it as a multiple of 9 plus 1. Okay, 9 into m plus 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? So I can see that when r was equal to 0, I was able to express it as a multiple of 9. When r was equal to 1, I am able to express it as a multiple of 9 plus 1. What happens if r is equal to 2? The last case. When r is equal to 2, what happens? A will be equal to 3q plus 2. Okay, now taking cube on both sides, a raised to 3 will be equal to 3q plus 2 the whole raised to 3. ഇതിനെ expand ചെയ്യണമല്ലോ. എങ്ങനെ ചെയ്യും? It is the same thing, 3q the whole raised to 3 plus 3 into the first term. There are first term and second term. Correct? First term, it is 3q the whole raised to 2 into 2 plus 3 into 3q into 2 raised to 2. ഇവിടെ മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. പ്ലസ് 2 ക്യൂബ്. ഓക്കെ, ആ ഭാഗം നമുക്ക് 8 ആയിട്ട് കിട്ടും. ബാക്കി എല്ലാത്തിൽ നിന്നും എനിക്ക് 9 കോമൺ എടുക്കാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് 27q raised to 3 പ്ലസ് ദിസ് അഗെയിൻ ഇസ് 27. കാരണം ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, അത് 9 ആയിരിക്കും. 9 into 3 is 27 and it is q square. ഒരു 2 ഉണ്ട്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് 2. ലെറ്റ് ദാറ്റ് ബി ദർ ആസ് ഇറ്റ് ഈസ്. 3 3 സാർ ഇവിടെ 9 ഉണ്ട്, q ഉണ്ട്, 4 ഉണ്ട്, പ്ലസ് 2 raised to 3 is 8. കാരണം എനിക്ക് 9 മാത്രം പുറത്ത് മതി, ബാക്കിയെല്ലാം അതുപോലെ അവിടെ കിടക്കട്ടെ. 9 into 9 3 is 27 ആണ്. 3q raised to 3 പ്ലസ് ഇവിടെ നിന്ന് ഒരു 9 പുറത്ത് വരുമ്പോൾ പിന്നെന്താണ് ബാക്കി വരുന്നത്? 9 3 is 27. അപ്പോൾ 3 2 is 6 കൊടുക്കുക അവിടെ. 6q square പ്ലസ് 9 പുറത്ത് വന്നു, 4q plus 8. Okay, now taking this item as m, what can I do? I can write as 9m plus 8, where your m will be equal to 3q raised to 3 plus q square into 6 plus 4q. Okay, so from all the cases above, first case, second case, and the third case, we showed that any positive integer, okay, any positive integer, sorry, the cube of any positive integer, we are talking about the cube of any positive integer. Therefore, the cube of any positive integer, okay, is of the form. What is the form? It is either 9m or 9m plus 1 or 9m plus 8. Okay, where m is any integer. Okay, so in this class we have discussed some important problems regarding the use of Euclid's division lemma. Euclid's division lemma ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെ പല നമ്പേഴ്സിന്റെ ഡിഫറെന്റ് ഫോംസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അങ്ങനത്തെ പ്രോബ്ലംസിനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ദെൻ താങ്ക് യു. We will take the class next day.